ഒന്നിരിക്കൽ ടെൻഷനായിരിക്കും, ഒന്നിരിക്കൽ സന്തോഷമായിരിക്കും. ഈ രണ്ടവസ്ഥ മാത്രമേ കൽബിനുള്ളൂ. മൂന്നാമത്തെ അവസ്ഥയില്ല. എന്താ പറഞ്ഞ്? കൽബ് എന്ന് പറഞ്ഞ രണ്ടവസ്ഥയില്ല. ഒന്നിരിക്കൽ അത് മഹ്മൂമ, എപ്പോഴും ടെൻഷനാണ്. രണ്ട് മസ്റൂറ, സന്തോഷഭരിതം. ഈ രണ്ടവസ്ഥയെ കൽബിനുള്ളൂ. من كان إرادته إرادة الدنيا من كان إرادته إلى الدنيا وحوائجها فقلبه مملوء مهموم. അവൻ്റെ കൽബിൽ ഹമ്മേ ഉണ്ടാവും. إن كان محتاجا وإن كان عالما وإن كان فقيرا وإن كان ملكا وإن كان سلطانا. അവൻ ആരാണെങ്കിലും അവൻ്റെ കൽബ് ഹമ്മേ ഉണ്ടാവും. അവൻ്റെ കൽബിൽ ആരേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ്റെ ഫഖൽബുഹു മസ്റൂറുൻ. അവൻ്റെ കൽബിൽ എന്തേ ഉണ്ടാവുള്ളൂ? പറ, ഉറക്കെ പറ മക്കളെ. സന്തോഷം, എപ്പോഴും സന്തോഷം, ആനന്ദം, സന്തോഷം. തൂക്കിക്കൊല്ലുമ്പോഴും സന്തോഷം. തൂക്കിക്കൊല്ലാം. ഒരു മുഅ്മിനെ തൂക്കിക്കൊന്നൂടെ? കുന്തത്തിൽ നാട്ടി കൊന്നിട്ടില്ലേ ബഹുമാനപ്പെട്ട ആരെ? പറ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കുന്തത്തിൽ നാട്ടി കൊന്നിട്ടില്ലേ? പക്ഷെ ഖൽബ് മംലൂഉൻ ബി മസ്റൂറ, സന്തോഷഭരിതമാണ്. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. അവരെ കൊല്ലുമ്പോഴും അവരൊന്നും അറിയില്ല. ഫമൗതുഹു വഅലമു മൗതിഹി കൽ ഖിർസ. ഒരു കുഞ്ഞനുറുമ്പ് ഇവിടെ അങ്ങനെ കടിക്കുന്നത് പോലെ അവർക്ക് മരണവേദന തോന്നും. ഒരു കുഞ്ഞനുറുമ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ എത്ര വേദന ഉണ്ടാവുക? ആ വേദനയെ തൂക്കിക്കൊല്ലുന്ന മുഅ്മിന് തോന്നുള്ളൂ. എന്തുകൊണ്ട്? ഖൽബുഹു മസ്റൂറുൻ ബിദിക്രില്ല. കൽബിൽ എന്തേ ഉള്ളൂ? അല്ലാഹു ഉള്ളൂ. മറ്റേ രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴും മഹ്മൂമാണ്, ഹമ്മേ ഉണ്ടാവും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പം ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറണം. ഒന്നും പേടിക്കണ്ട. ആരെ മാത്രം? അല്ലാഹ്. അവൻ തന്നാലേ ഉള്ളൂ. പിന്നെ എന്തൊരു ബേജാറാണ്? പിന്നെന്തൊരു ബേജാറാണ്? മനസ്സിലാവണ്ടേ പറഞ്ഞത്? ചിന്തിക്ക്. നമ്മളെ ഈ സ്ഥാപനത്തിലേക്ക് ഭക്ഷണം മുഴുവൻ പൊട്ടിപ്പോയി, ഒന്നുമില്ല. ഇനി അടുത്ത ഞായറാഴ്ച മാത്രമേ ഇവിടെ ഭക്ഷണം എത്തൂ എന്ന വിവരത്തിൽ നിങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച വിശക്കൂല, ചൊവ്വാഴ്ച വിശക്കൂല, ബുധനാഴ്ച വിശക്കൂല, വ്യാഴാഴ്ച വിശക്കൂല, വെള്ളിയാഴ്ച വിശക്കൂല, ശനിയാഴ്ച വൈകുന്നേരമായ വിശപ്പെടും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രണ്ടവസ്ഥയാണ് ഭക്ഷണത്തിന്. ഒന്നിരിക്കൽ ആധി അല്ലെങ്കിൽ പൂതി. മനുഷ്യന് ഒരിക്കൽ മാത്രമേ ഭക്ഷണത്തിന് ആദി ഉണ്ടാവുള്ളൂ. 24 മണിക്കൂറിൽ ഭക്ഷണത്തിന് ആദി ഉണ്ടാവൽ അരമണിക്കൂറാണ്. 23.5 മണിക്കൂറും പൂതിയാണ്, ആദിയല്ല. എന്താ പറഞ്ഞ്? ഭക്ഷണം രണ്ടവസ്ഥയാണ്. ഒന്നിരിക്കൽ ആദി അല്ലെങ്കിൽ പൂതി. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? മൂത്തേർത്ത് നാസ്ത കഴിച്ച് രാവിലെ ഞാനും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പം ഇവിടുന്ന് ആൾ ചോദിച്ചു, നാസ്ത എടുക്കട്ടെ? എന്താ നാസ്ത? നാസ്ത നല്ല പൂരിയുണ്ട്, നല്ല ബാജിയുണ്ട്. എന്നായിക്കോട്ടെ, എടുത്തോ. ഇതെന്താ? പൂതി. എന്തല്ല അതല്ല. അപ്പം ഭൂരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ പൊള്ളച്ചൊരു സാധനം നമ്മളെ മനസ്സിൻ്റെ മിർആത്തിലുണ്ട് വരും. പിന്നെ ബാജി എന്ന് പറഞ്ഞാൽ പറയും വേണ്ട. അപ്പം അവിടെ ആദ്യമല്ല, പിന്നെന്താ? പൂതിയ. ഒക്കെ മനസ്സാ. മനസ്സിൽ അല്ലാഹുവേ ഉള്ളെങ്കിൽ ആദിയുമില്ല പൂതിയുമില്ല. ആദിയുമില്ല പൂതിയുമില്ല. അവൻ്റെ കൂടെ, അതാണ് മഅയ്യത്തുല്ലാഹ്. അവൻ്റെ കൂടെ ആരുണ്ടാവുക? അല്ലാഹ്. നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അവരാണ് ഇതിൻ്റെ നേതാക്കന്മാർ.
അതുകൊണ്ട് ഏറ്റവും ഖൈറായ മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഏറ്റവും വലിയ മഹാന്മാരുമായിട്ടാണ് നമ്മളിന്ന് സംവദിക്കുന്നത്. അവർ നമ്മുടെ പരിസരത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പരിസരത്തൊക്കെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഒരു നോട്ടം നമ്മുടെ പരിസരത്തുണ്ടായാൽ മതി. അള്ളാഹിൻ്റെ ഹബീബ് മദീനയിലുണ്ടായാലും ഇവിടേക്ക് നോട്ടം ഉണ്ടാവും. അള്ളാഹിൻ്റെ ഹബീബ് എവിടെ ഉണ്ടായാലും ഇവിടെ നോട്ടം ഉണ്ടാവും. നമ്മുടെ കൽബ് മുഅ്മിനീങ്ങളെ കൽബാണെങ്കിൽ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നല്ല ഒന്നുകൂടെ ലിഖംസത്തുൻ المصطفى والمرتضى وابناهما والفاطمة لخمسة لطفي بها هر الوباء الحاطمة المصطفى والمرتضى وابناهما